ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഞങ്ങളെ ദൈവത്തിന്റെ അനന്തമായ കരുണ, ദൈവത്തിന്റെ അനന്തമായ പരിപാലന അത് നമ്മുടെ മേലുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Taste and see how sweet is the Lord sweet. കർത്താവ് മധുരമാണെന്ന് തോന്നിയിട്ടുള്ളവര് ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് ആനന്ദമാണെന്ന് തോന്നിയിട്ടുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് ഒരു അനുഗ്രഹമാണെന്ന് തോന്നിയിട്ടുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിന്റെ ജീവനാണെന്ന് തോന്നിയിട്ടുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞേ. സത്യമായിട്ട് അതെ മക്കളെ, ഇത്രയും അറിഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകും. ഇത്രയും അറിഞ്ഞാൽ മതി ഈ കർത്താവ് ആരാണെന്ന് ഒന്നറിഞ്ഞാൽ മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ പൊന്നുപോലെ നോക്കുന്നൊരു കർത്താവ്, നമ്മളിങ്ങനെ പൊന്നുപോലെ നോക്കുന്ന തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിലെ ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെ നമ്മളെ ചേർത്ത് വെക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നവതി ദിവസമായതുകൊണ്ട് അമ്മമാരെല്ലാം കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ചില അമ്മമാര് കൊണ്ടുവന്നിട്ടില്ല. മിക്കവാറും അമ്മമാരെല്ലാം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തമ്പുരാൻ കർത്താവ് അനേക കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് പഠിത്തമൊന്നുമില്ലാത്ത ദിവസം അപ്പം കൊണ്ടുതരണം. ദൈവസന്നിധിയിൽ ആൾത്താരുടെ ചുവട്ടിലിട്ട് കൊച്ചുങ്ങളെ വളർത്തണം. ആൾത്താരയുടെ ചുവട്ടിലിട്ട് കൊച്ചുങ്ങളെ വളർത്തിയാൽ നിങ്ങളുടെ കൊച്ചുങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൾത്താരാണ് നല്ല ബന്ധം കൊച്ചാൻ നിർബന്ധമാണ്. പ്രാർത്ഥിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. പള്ളിയിൽ പോകണമെന്നുള്ളത് നിർബന്ധം. അനേകം കുഞ്ഞുങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട് ഇപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുമക്കൾക്ക് ഇന്നൊരു അനുഗ്രഹം കിട്ടണം. നാളെ കൊച്ചുദിവസം പെരുന്നാളും കൂടിയല്ലേ. നന്നായിട്ടങ്ങ് പ്രാർത്ഥിക്കും മക്കളെ. ദൈവം ഇല്ലെങ്കിൽ നമ്മളില്ലെന്നേ. ദൈവം ഇല്ലെങ്കിൽ നമ്മളില്ല. വിശ്വാസമില്ലാത്തവരെല്ലാം അങ്ങനെ മിണ്ടാണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ വിളിക്കുക. ദൈവം അനുഗ്രഹിച്ച് ദൈവം കൈ ഇങ്ങോട്ട് പിൻവലിച്ചാൽ ഉണ്ടല്ലോ നമ്മൾ താഴെ പോയി. ദൈവം കൈ പിൻവലിച്ചാൽ നമ്മൾ താഴെ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, ഈ ഓട്ടവും ചാട്ടവും ഈ കളിയെല്ലാം ഇത്രയേ ഉള്ളൂ. അവൻ കൈ പിൻവലിച്ച, അവൻ മേഘങ്ങൾ അയച്ചില്ലെങ്കിൽ മഴയില്ലെന്നേ. അവൻ മേഘങ്ങൾ അയച്ചില്ലെങ്കിൽ മഴയില്ല. അവൻ സൂര്യന് കൽപ്പനയിട്ടില്ലെങ്കിൽ പ്രകാശമില്ല മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ഓക്സിജന്റെ ടാങ്ക് തുറന്നു വിട്ടില്ലെങ്കിലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു കൃപയിലാണ് നമ്മൾ. അവന്റെ കാരുണ്യം, അവന്റെ നിശ്വാസമൊക്കെയാണ് ഈ ഓക്സിജൻ എന്നൊക്കെ പറയണേ. അവൻ നമ്മുടെ മേൽ ഊതുന്നതാ ഈ ഓക്സിജൻ. ചിലർക്കത് ഓക്സിജനാണ്, ചിലർക്കത് പരിശുദ്ധാത്മാവുക. ഓരോ ശ്വാസത്തിലും ഒരു പുതിയ ജീവനല്ലേ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ കൽക്കട്ടയിൽ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുമായിരുന്നു. ഞങ്ങൾക്ക് വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആരോടും പറയാതെ അങ്ങ് പോയത്. സിസ്റ്റേഴ്സ് മക്കളെ, സത്യം ജയിച്ച് നിന്ന കുറച്ച് മനുഷ്യരുടെ മുമ്പിലാണ് ഞാൻ പോയി നിന്നത്. 70-80 വയസ്സുള്ള സിസ്റ്റർമാരും ഒക്കെ ഉണ്ട്. ജീവിതം ദൈവത്തിന് തീരെഴുതി കൊടുത്തിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ കാണുന്നതായിരിക്കും. പാലായും ഈ പ്രദേശത്തു നിന്നൊക്കെ, കോട്ടയം രൂപതയിൽ നിന്നും പാലാ രൂപതയിൽ നിന്നൊക്കെ ഉള്ള സിസ്റ്റർമാരെ ഞാൻ കണ്ടവിടെ. ആയുസിൽ 3 തവണ നാട്ടിൽ ഒരു സിസ്റ്റർ 80 വയസ്സുണ്ട്, 80 തോന്നുന്നു, 3-4 തവണ നാട്ടിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും അച്ഛൻ ഇച്ചിരി മലയാളം മര്യാദയ്ക്ക് പറയാൻ അറിയത്തില്ല, ഹിന്ദിയോ എന്നൊക്കെയാണ് പറയുന്നത്, നമുക്കൊരു പിടുത്തവും ഇല്ല. ഞാൻ സിസ്റ്റർ അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞു, നമുക്കത് മതി. കാരണം മലയാളം പറഞ്ഞിട്ട് എനിക്കൊന്നും തിരിയുന്നില്ല.
ദയവേതാ ഇന്ന് പറയുന്ന ഭാഷ പറഞ്ഞു. ബംഗാളിയാണെങ്കിലും ഞാൻ നോക്കട്ടെ, ഇച്ചിരിയൊക്കെ ഇപ്പം അറിയാം. മച്ചിലി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം, മീനാണ് അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അങ്ങനെ കപ്പട, തുണി, അത്യാവശ്യം കാര്യമൊക്കെ പാനിയൊക്കെ ഇച്ചിരി പഠിച്ചത്. ഹിന്ദിയും ബംഗാളിയൊക്കെ ഒരുപോലെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അത്യാവശ്യം വാക്കൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, അവരുടെ ജീവിതങ്ങൾ ഞാൻ ഇമാജിൻ. കൈയും കാലും ഒക്കെ ഒടിഞ്ഞും പറഞ്ഞുമൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ ബാഗും തൂക്കി ഇറങ്ങുക വീട് വിസിറ്റിന്. കണ്ണ് നിറഞ്ഞു പോയി. ഇരുന്നിട്ട് എഴുന്നേക്കണമെങ്കിൽ 5 മിനിറ്റ് വേണം. ഉള്ള ചേരിത്തെരുവിലൂടെ ചേരികളിലൊക്കെ കയറി, വീടുകളിലൊക്കെ കയറി ഈശോയുടെ സ്നേഹം കൊടുത്ത് ഈ അമ്മമാർ മടുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ പറയാ, അച്ഛാ പോകാതിരുന്നാലാ മടുപ്പ്. ഈ മഴ പെയ്തപ്പോഴും വെള്ളം പൊങ്ങുമ്പോഴും ഒക്കെ ഇതുങ്ങൾ മദർ തെരേസയൊക്കെ പറ്റി, മദർ തെരേസ ഉള്ളപ്പോഴും അങ്ങനെയൊക്കെ ആയിരുന്നു. എപ്പോഴും വെള്ളം പൊങ്ങുന്നൊരു സിറ്റിയാണ്. ഇപ്പോഴും ഞാൻ പോയപ്പോഴും വെള്ളം പൊങ്ങി. അവധിയായിരുന്നു. 8-10 പേരവിടെ മരിച്ചു ഞാനുള്ള സമയത്ത് വെള്ളം പൊങ്ങിയിട്ട്. അതിനകത്തോടെ നീന്തുമായിരുന്നു ഈ മദർ തെരേസ. എൻ്റെ പൊന്നുമകളെ, ഒന്ന് ജീവിതത്തിൻ്റെ എല്ലാം കൂടെ എഴുതിയിട്ട് അടിയിലൊന്ന് വരച്ചിട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തോരം ജീവിച്ചെന്നൊന്ന് കണക്ക് കൂട്ടിക്ക്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ലാഭം കിട്ടിയ കഥയൊന്നും എന്നോട് പറയാൻ വന്നേക്കല്ല. എനിക്കൊന്നും പറയാൻ അവകാശമൊന്നും. അച്ഛനായിട്ട് ജീവിച്ചൊന്നും മറ്റുള്ളവർക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നേക്കുന്നത്. സുഭിക്ഷമായിട്ട് സുരക്ഷിതമായിട്ട് ഞാൻ ജീവിക്കുക പൗരോഹിത്യത്തിൻ്റെ ഉള്ളിൽ. മനുഷ്യർക്ക് വേണ്ടി നീ അഴുകിയത്, നീ മുറിഞ്ഞത്, നീ ചീഞ്ഞത്, നമ്മളെ അത് കൂട്ടിയിട്ട് അസ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ പോകുന്നു കേട്ടോ. അത് കൂട്ടിയിട്ട് അസ്വർഗം. ഞാൻ മനുഷ്യനെ കണ്ട് 300ഓളം വീടുകൾ ഇയാൾ വെച്ച് കൊടുത്തു. ഇന്നും അയാൾ താമസിച്ച ചെറിയൊരു ഫ്ലാറ്റിൽ. ഞാൻ ചോദിച്ചു, സർ, വൈ ഡു യു ലിവ് ഹിയർ? ഇറ്റ്സ് ഇനഫ് ഫോർ മീ ആൻഡ് മൈ വൈഫ്, ഫോർ മൈ വൈഫ് ആൻഡ് മീ. എൻ്റെ കെട്ടിയൊക്കെ എനിക്കൂടി ഇത് മതി. 2 മക്കളുണ്ട്. അവർ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ്. ഹൗ കുഡ് ഹി തിങ്ക് ലൈക്ക് ദിസ് വേ? കിട്ടിയാലും 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 മതിവനാത്ത മനുഷ്യരല്ല നമ്മൾ. ചില മനുഷ്യരിങ്ങനെയാവുമ്പോൾ 300ഓളം വീടുകൾ. പിന്നെ വലിയ പൈസ ഒന്നും ആകത്തില്ല അവിടെ ഒരു വീട് വെച്ച് കൊടുക്കാനൊന്നും. ചെറിയ വീടുകളാണെങ്കിലും 300ഓളം വീടുകൾ ഈ മനുഷ്യൻ വെച്ച് കൊടുത്തെന്ന് പറയുക. എനിക്കറിയില്ല, ഒരു 1000 സ്ക്വയർ ഫീറ്റ് കാണാം ആ വീട്, ആ ഫ്ലാറ്റ്. 1000-1500 ഏറ്റവും കൂടിയ. ഇല്ല, 2 ബെഡ്റൂം. പിള്ളേർ വന്നാൽ കിടക്കാനിടയില്ല എന്ന ചുരുക്കം. 2 ബെഡ്റൂം, ഒരു ഹോൾ, ഒരു കിച്ചൺ. നിങ്ങളുടെ വീട് അതിലും വലുതായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് ഒരു വലിയ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയെ പറ്റിയാണ് ഞാൻ പറയണേ. 300ഓളം പേർക്ക് ജോലി ചെയ്ത് വീട് കൊടുത്തത് അയാൾ എത്ര 100 കണക്കിന് ആളുകൾ ജോലി കൊടുത്തവിടെ. ഇതൊക്കെ ഈ മനുഷ്യൻ വന്നിട്ട് ബൈബിളും പ്രസംഗിക്കും. എന്നിട്ട് ബൈബിളും പ്രസംഗിക്കും. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. പള്ളിയിലെ കാര്യങ്ങളെല്ലാം പള്ളിയിൽ അച്ഛൻ്റെ വലത് കൈയും കൂടിയാണ്. ഹല്ലേലൂയ. നമ്മളെ നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയണം മനുഷ്യർ പറയാനല്ല. നമ്മൾക്ക് ജീവിതം കൊണ്ട് ചിലയിടത്തൊക്കെ നമ്മൾ ഈ സെൻറ്റ് ജെറോമിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴേ എല്ലാം വിട്ടും വെച്ച് പരിഹാര ജീവിതം. മരുഭൂമി കൊണ്ടേ ആരെ ചാപ്പാട് കൊടുക്കാനുള്ള ഒന്നുമില്ല. അവിടെ പട്ടിണിക്കിരുന്ന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മളൊക്കെ സുഖത്തിൽ നിന്ന് ബൈബിൾ, ഞാനൊക്കെ അതെ, സുഖത്തിൽ നിന്ന് ബൈബിൾ പ്രസംഗം 4 നേരം ഭക്ഷണവും കഴിച്ച് പാട്ടും പാടി ഭക്ഷണവും കഴിച്ച് നടക്കുന്ന ആ സുവിശേഷ പ്രസംഗത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് പ്രൊഫഷനായി പോവുക, ജോലിയായി പോവുക. ഇതെങ്ങനെ എല്ലാം വിട്ടും വെച്ച് ഇറങ്ങിപ്പോകണം. അങ്ങനെ ഒരു പോക്ക് പോകണം. എട്ടും വെച്ച് അങ്ങോട്ടൊരു പോക്ക് പോകണം മക്കളെ. ഈശോയെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ഈശോ നമുക്ക് ഈ മനുഷ്യൻ കണ്ട പട്ടിണി ഞാൻ വെറുതെ ഓർക്കുകയായിരുന്നേ. ഈ മരുഭൂമി പോയി ഇത്രയും വർഷം, എത്ര വയസ്സ് വരെ? 80 എന്നാ എനിക്ക് ഓർക്കുന്നത്. 47 ജനിച്ചിട്ട് 347 ജനിച്ചിട്ട് 420 മരിച്ചു. ഏകദേശം എത്ര വർഷമാണ്? എന്തായാലും ആട്ടെ, 19 വർഷം ഉണ്ടല്ലേ, 10-70 വർഷത്തിൽ കൂടുതലുണ്ട്. ഇത്രയും വർഷം ഈ മനുഷ്യർ ആ ചെറുപ്പകാലത്ത് എനിക്ക് 41 മറ്റോ 47 ജനിച്ചു. 30 വയസ്സിലങ്ങടെ പോകുന്നു അവിടുന്ന് വീട്ടിൽ നിന്ന്. പിന്നെ ഈ പരിപാടിയാണ്. നമ്മളെ കർത്താവിനെയൊക്കെ അത്രയ്ക്ക് നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ദൈവത്തെ നമുക്ക് അത്രയ്ക്കൊക്കെ ആരാധിക്കാൻ പറ്റും. ദൈവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ മകളെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ കർത്താവിനൊക്കെ സ്നേഹിച്ച് തുടങ്ങിക്കുക. നിങ്ങളെല്ലാം എന്നാലും ഒരു പൊതി ചോറെങ്കിലും ഒരാഴ്ച ഒരു പാപത്തിന് കൊടുക്കണം. ഒരു പൊതി ചോറെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്കാത്ത ഒരാഴ്ച നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരാശുപത്രിയിൽ പോയി ഒരു രോഗിയെങ്കിലും ആശുപത്രിയിൽ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം.
ആശുപത്രിയിൽ പോയി ഒരു രോഗി, അത് ക്യാൻസർ വാർഡിൽ പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥ മന്ദിരങ്ങളിൽ പോകണം, അപ്പോൾ എന്തെങ്കിലും ചെയ്യാത്തൊരു ആഴ്ച ഉണ്ടായാലും മക്കളെ, നിങ്ങൾ ദൈവികരായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇത് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലൊന്നും പുണ്യമൊന്നും ആകത്തില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ച പുണ്യമാകുമെന്ന് വിചാരിച്ചേക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് വേണ്ടി, എൻ്റെ ദൈവമേ നിനക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. ഇങ്ങനെ തോറ്റ് നിൽക്കുമ്പോഴേ ഉള്ളിൽ ചിരിക്കാൻ പറ്റണം. വല്ലാതെ സഹിച്ച് നിൽക്കുമ്പോഴേ ഉള്ളിൽ ഹല്ലേലൂയ പറയാൻ പറ്റണം. വല്ലാതെ സഹനമുണ്ട്, എന്നാലും ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ പറയുക. പരാതിയൊന്നുമില്ല, പരിഭവമില്ല, കുറ്റം പറയാനുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ പറയാ. നമ്മൾ ബാറൂക്കിന്റെ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 24, സിയോന്റെ അയൽക്കാർ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ. അയൽവക്കക്കാരൊക്കെ കണ്ട് നിങ്ങളുടെ തകർച്ച. എന്നും പള്ളിയിൽ പോകാം, പ്രശ്നമൊന്നും മാറുന്നില്ല, എന്നും രോഗവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചില പ്രാർത്ഥിക്കുന്ന വീടുകളിൽ ഒത്തിരി സങ്കടങ്ങൾ വരുന്നൊക്കെ കാണാറുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ. എന്ന് ആരായിരുന്നു ഒരു മനുഷ്യൻ വന്നിട്ട് പറയുമായിരുന്നു, എനിക്കറിയില്ല, പറഞ്ഞത് മുഴുവൻ കേട്ടപ്പോൾ തലമരിച്ചു പോയി. ഞാൻ ചേട്ടൻ വിട്ടു പോക്കളാൻ പറഞ്ഞു. പറഞ്ഞത് ഞാൻ പറയാം. ഭർത്താവിന് ബ്രെയിൻ ട്യൂമർ, ഭാര്യയ്ക്ക് സ്ട്രോക്ക്, ഒരു കൊച്ച് വൈകല്യം. ആ കുടുംബത്തെ പറ്റി ചിന്തിക്കുക, എനിക്ക് ചിന്തിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ കരം, അവർ പറയായിരുന്നേ, ഈ ചേച്ചിക്ക് വന്നു വീണുപോയി, എന്നിട്ട് കൊണ്ടുപോയി ആശുപത്രി ചെയ്തപ്പോൾ ആ ചേച്ചി എഴുന്നേറ്റില്ലെങ്കിൽ ചേട്ടൻ്റെയും കൊച്ചിൻ്റെയും കാര്യം പോക്കാം. ദൈവത്തെ അവർ വലിയ നന്ദി പറഞ്ഞുകൊണ്ടാണ് ദൈവസന്നിധി വന്ന് നിൽക്കുന്നത്. ചേച്ചിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. സ്ട്രോക്ക് വന്ന് കത്തിയ സമയത്ത് അവിടെ അങ്ങോട്ട് ഏതോ ആശുപത്രിയിൽ അവിടെ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്ത് ചേച്ചിയുടെ സ്ട്രോക്ക് മാറി. ബ്ലോക്കുണ്ട് ഇപ്പോഴും. പക്ഷേ ഈ തളർന്നു കിടക്കുന്ന ബ്രെയിൻ ട്യൂമറുകളെ കെട്ടിയവനെ നോക്കാനും ഈ കയ്യും കാലും വയ്യാത്ത കൊച്ചിനെ നോക്കാനും പിന്നെ ആരാ ഉള്ളത്? 24 മണിക്കൂർ ആ വീട്ടിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ഒരു മാലാഖയെ ദൈവത്തിന് വേണമായിരുന്നു. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന്റെ ഒരു വല്ലാത്ത കരുതൽ നമ്മുടെ മേലുണ്ടെന്ന് എപ്പോഴും ആമേൻ ആമേൻ പറഞ്ഞ് നമ്മൾ സ്വീകരിച്ചോണം. ഹല്ലേലൂയ. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി പോയി കേട്ടോ. നോക്കി, എന്തോ ഒരു ചില കുടുംബങ്ങൾക്ക് ദൈവം ഉപേക്ഷിച്ചൊന്നും അല്ല കേട്ടോ. ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുള്ളതൊക്കെ തകർക്കപ്പെട്ടവരുടെ കഥകളാണ്. ഒരു ബൈബിളും ബൈബിളിന്റെ അധ്യായവും ഒക്കെ ആയിത്തീരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കഴിഞ്ഞ തവണ കൺവെൻഷന് പോയ പള്ളിയിലെ അച്ഛൻ മരിച്ചുപോയി, നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. വള്ളുവള്ളി പള്ളിയിലെ അച്ഛൻ ജോളി. ആൾക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമായിരുന്നു. പുള്ളി പറഞ്ഞേ, ഹൃദയം ഓപ്പറേറ്റ് ചെയ്ത് രോഗിയായിട്ട് കാത്തിരിക്കാനൊന്നും എനിക്ക് നേരമില്ല എൻ്റെ പൊന്നെ, ഞാൻ സുവിശേഷം പ്രസംഗിച്ചങ്ങ് മരിക്കും. സുവിശേഷം പ്രസംഗിച്ച ആളങ്ങോട്ട് മരിച്ചു. എന്നോട് ഒരാൾ പറഞ്ഞു, അത് ഇച്ചിരി അഹങ്കാരം പിടിച്ചതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, മരുന്നും കഴിച്ചിരിക്കാനാണ്, നീയൊക്കെ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണേ? ദൈവത്തിന് മകത കൊടുത്ത് ഉള്ള ആയുസിൽ 2 കാലും കൊണ്ട് ഓടാൻ പഠിക്കണം നമ്മൾ. ആ ചേട്ടൻ പറഞ്ഞില്ല, ഏതാനും ദിവസം ആശുപത്രി കിടന്നു. അവസാനം എല്ലാവരും കൂടി നിർബന്ധിച്ച് പുള്ളി സർജറിക്ക് വിധേയനായി. സർജറിയുടെ സമയത്ത് ആൾ മരിക്കാച്ചൻ. എത്ര വയസ്സുണ്ടായിരുന്നു? 48 വയസ്സ്, 40 ഇല്ലെന്ന് തോന്നുന്നു, 35 വയസ്സ്. നല്ല മിടുമിടുക്കൻ, ചോരത്തിളപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ ചടുലത, ആളുകളെ സ്നേഹിച്ചു, വചനം പറഞ്ഞ പുള്ളി. നമ്മുടെ ഈ ശുശ്രൂഷ എന്നും കണ്ടുകൊണ്ടിരുന്ന ഒരു അച്ഛനായിരുന്നു. എന്നോട് പറയുന്നത്, എന്നും ഈ ലൈവ് ശുശ്രൂഷ അച്ഛനെ രാവിലത്തെ കുർബാനയും കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് വരുമ്പം 8:30 നമ്മുടെ ലൈവ് ആരംഭിക്കും. ആ ലൈവ് മുഴുവൻ ഇരുന്ന് കാണുന്നൊരു അച്ഛനാണ്. അച്ഛൻ പോയി കഴിഞ്ഞ ദിവസം. മക്കളെ, ഹാവ് എ ക്വാളിറ്റേറ്റീവ് ലൈഫ് മക്കളെ, ഒരു ഗുണമുള്ള ജീവിതം. ഇങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചത് ഇന്ന് കുറച്ച് മനുഷ്യരെ കുടുംബത്തെ തകർത്ത് പോകണ്ടെന്ന്. അവങ്ങളെ ജീവിക്കണം. ആചാര്യവാമ്പ പിതാവ് എന്ന് പറഞ്ഞിട്ട് വെത്താനുണ്ടായിരുന്നു വരാപ്പുഴയിൽ. ഞാനിത് അന്നൊക്കെ അറിയുന്നു. ആശാൻ പറഞ്ഞു, ഞാൻ വേദന സഹിക്കാതെ പോയി അലറുകയോ കൂവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വേദനയുടെ മരുന്ന് എനിക്ക് തന്നായിരുന്നു. ക്യാൻസർ പിടിച്ച് മരിച്ചു. ആ മെത്രാൻ മരിച്ച കാര്യം ആചാര്യവാമ്പൽ നല്ല കാശുള്ള വീടാണ് വരാപ്പുഴയിൽ. ചേട്ടൻ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. വീട്ടിലുണ്ട് കാശ്, OCD സഭയ്ക്ക് കാശുണ്ട്, വരാപ്പുഴ രൂപതയ്ക്ക് കാശുണ്ട്. നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ടെന്നേ.
മഞ്ഞുമൽ പ്രൊവിൻസിൽ പ്രൊവിൻഷ്യലുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ അപ്പം കൊടുക്കാൻ ചെന്നപ്പോൾ അതേ തലേ ഇങ്ങനെ തോർത്ത് വിട്ടുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിരിക്കും. ഞാൻ കയറി ചെല്ലുന്ന കണ്ട് ഞാൻ കാണാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ അച്ഛന് ബർത്തലോമയല്ലേ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. ഗുഡ്ഷപ്പട്ടിൽ അച്ഛന് വയ്യാഞ്ഞിട്ട് അച്ഛന് ഇവിടെ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിക്കായിരുന്നു. ഞങ്ങൾ ഈ അപ്പം കൊടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വയസ്സങ്ങാർന്നവരിങ്ങനെ ഇത് കാവി മുണ്ടും തലയിൽ കൂടെ മൂടിയിരിക്കും. ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിടികൂടി. എന്നോട് പറഞ്ഞു ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നത് ജില്ലാ ആശുപത്രിയിലാണ്. എന്തിൻ്റെ കേടാണോ ഈ മനുഷ്യനൊക്കെ? സ്വർഗത്തിൻ്റെ കേടാണ് ഈ മനുഷ്യർക്ക്. ഈ സ്വർഗത്തിന്റെ കേട് പിടിച്ചാലും മനുഷ്യനെ കൊണ്ടുപോകാം. ജീവിക്കുന്നപ്പോൾ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്, ജീവിക്കുന്നപ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലെ നിങ്ങളിപ്പം പറഞ്ഞില്ലേ ആളുകളുടെ സാഹചര്യം ഇവന് വട്ടാന്ന് പറഞ്ഞു. ജോലിയച്ഛൻ അച്ഛൻ തിങ്കളാഴ്ച ഒരു പള്ളി പ്രസംഗിക്കുമ്പോൾ ചൊവ്വാഴ്ച വേറെ പള്ളി പോകും, ബുധനാഴ്ച വേറെ എടുത്ത് ബുധനാഴ്ച അച്ഛൻ്റെ പള്ളി തന്നെ ഔസപിതാവ്, വ്യാഴാഴ്ച ഏതോ യഹൂദാത്ത ദിവസത്തിൻ്റെ പള്ളി പോകും, വെള്ളിയാഴ്ച അങ്ങോട്ട് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു അച്ഛൻ 35 വയസ്സില്ല, മരിക്കുവാണ്. അങ്ങനെ മരിക്കണം. ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത് അല്ല ചുവ ചീഞ്ഞും അഴുകിയും മടുത്തും തളർന്നും ഉള്ള മരുന്നും എല്ലാം തിന്ന് ഇങ്ങനെ കൂനിക്കൂടിയിരുന്ന് മരിക്കല് മകളെ. വേണമെങ്കിൽ ഇന്നലെ ആരാണ്ട് വരുന്ന കണ്ട് ഞായറാഴ്ച ഓപ്പറേഷൻ ചെയ്ത നല്ല ഡോക്ടർമാർ ലോകത്തുണ്ട് കേട്ടോ. ഡോക്ടർ പറഞ്ഞു കൊടുത്തു ഓപ്പറേഷൻ ഒന്നും പോകണ്ടെന്നേ, ജീവിക്കുന്നത്രയും നന്നായിട്ട് ജീവിക്കട്ടെ. ചേട്ടൻ ഇപ്പോഴും നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ചേട്ടൻ സീരിയസ്. ഇന്നലെ പ്രാർത്ഥിക്കാൻ കൊണ്ട് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വേദനയുണ്ടോ? വേദനയൊന്നുമില്ല. സിയോന്റെ അയൽക്കാർ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ അവരുടെ കാണാൻ പോവാം. നോക്കിയ സകലരും കളിയാക്കി ഇസ്രായേൽ മക്കളെ ദേവന്മാരെ അടിമത്തത്തിൽ പോയിരിക്കുക, ബാബിലോൺകാരുടെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ കൂലിക്കാരായിട്ട് അടിമകളായിട്ട് അവർ മാറിയിരിക്കുക. ഇസ്രായേൽ ജനം കർത്താവ് പറയാ മഹത്വം കാണാൻ പോവുക. ഇത് കണ്ടുകൊണ്ടിരുന്നോടെ എഴുതുന്ന നാളത്തെ കഥയല്ല, ഇന്നിത് സംഭവിക്കുമ്പോൾ ഒരാളിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക ദൈവം തരുന്ന വെളിപാടുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപ്രതാപത്തോടെ ജോളിയ ജനപരി പറയുന്നത് കേട്ടോ, 1000ങ്ങളും 10,000ങ്ങളും ഒന്നിച്ചു കൂടി അച്ഛൻ്റെ ശവസംസ്കാരത്തിന്. അച്ഛൻ്റെ 7നോ 8നോ അങ്ങോട്ട് പെരുമഴ പെയ്തുകൊണ്ട് ഇത് മാറിക്കൊടുത്ത് മനുഷ്യരെല്ലാം പള്ളിക്ക് വീണ്ടും മഴ ആരംഭിച്ചു. പ്രപഞ്ചത്തിൽ പോലും മാറ്റം വന്നെന്നൊക്കെ ആരോ പറയുന്നത് കേട്ടോ. നമ്മളെ ദൈവത്തിനൊരു പരിഗണനയുണ്ടല്ലോ കൊച്ചെ. സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറക്കി വിട്ടിരിക്കുന്ന ദൈവം മനുഷ്യരാണ് നമ്മളൊക്കെ. സ്വർഗത്തിൽ നിന്നും ദൈവം ഇറക്കി വിട്ടിരിക്കുന്ന ദൈവം മനുഷ്യരാ ഞാനും നിങ്ങളുമൊക്കെ. നിങ്ങൾ ആരുമായിക്കൊള്ള ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി, ജീവിതത്തിൽ ഒരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി, ഒരുപാട് വിഷമിക്കുന്ന ഒരു ദൈവ പൈതല, രോഗിയായിരിക്കാം, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ വല്ലാതെ അലട്ടുന്നൊരു വ്യക്തി, മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു അപ്പൻ, ഒരു അമ്മ, ജീവിതത്തിലെ തകർച്ചകൾ കടബാധ്യതകളെ ഓർത്ത് വിഷമിക്കുന്നവര്, സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറക്കി വിട്ട ദൈവ മനുഷ്യരാണ് നമ്മള്. അവങ്ങൾ ആ ഒരു മഹത്വത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റട്ടെ. ഇന്നലെ വിസ്ബേലിന്റെ ഒക്കെ തിരുനാൾ ആരും ആഘോഷിച്ചില്ലേ? തമിഴ്നാട്ടിൽ ഏതോ അച്ഛൻ പറഞ്ഞു ഇന്നലെ MGRന്റെ പെരുന്നാളായിരുന്നു. MGRന്റെ പെരുന്നാൾ, M മൈക്കിള, G ഗാബ്രിയേൽ, ആ റാഫേൽ, MGRന്റെ പെരുന്നാളായിരുന്നു ഇന്നലെ. ആളുകൾ വിചാരിച്ചു MGR വിശുദ്ധനായോന്ന്. പറഞ്ഞു വന്നപ്പോഴേ 3 മാലാഖമാരുടെ പേര് MGR, മൈക്കിൾ, ഗാബ്രിയേൽ ആൻഡ് റഫായേൽ. ദൈവമക്കളെ സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ. അതെന്നെ ചില വീട്ടിലൊക്കെ ചില കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മരിച്ചു പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാർലോ അക്യൂറ്റിസിനെ നമ്മൾ കണ്ടില്ല, അതൊക്കെ ഒരു മാലാഖയായിരുന്നു സത്യത്തിൽ. ദൈവം സ്വർഗത്തിൽ നിന്നും അയച്ച ദൈവം മനുഷ്യരാ ഞാനും നിങ്ങളുമൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നിയോഗം ഉണ്ടടാ കൂട്ട. നീ എന്താ ഇന്ന് ഇവിടെ വന്നത്? നീ ഒരു ദൈവ മനുഷ്യനായതുകൊണ്ടാ. നിനക്കെന്താ പ്രാർത്ഥിക്കാൻ തോന്നിയത്? നീ ഒരു ദൈവ മനുഷ്യനായതുകൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു ദൈവത്തിന്റെ കരുതലുണ്ട്. ഇവിടെ എത്ര ശുശ്രൂഷകരുണ്ട്, പലതരത്തിലെ ശുശ്രൂഷകൾ ചെയ്യുന്നവര്. ദൈവം അയച്ചതാ. അച്ഛൻ ഇന്റർവ്യൂ നടത്തി എടുത്തൊന്നും അല്ല ഈ ശുശ്രൂഷകര്. ഈ മക്കളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ നിപ്പിനെന്നാ സുഖമുണ്ടെന്ന് നോക്ക്. ഈ കേൾക്കുന്ന നിപ്പിനെന്നാ സുഖമുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ. എത്ര നേരം നിൽക്കും നിങ്ങള്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചി
ആ അടുക്കള പാത്രം കഴിഞ്ഞ് നിങ്ങൾ കാപ്പി കുടിക്കുന്ന ഗ്ലാസ് കഴിഞ്ഞ് ചേച്ചിയെ, ആ ചേച്ചിയുടെ സഹോദരി മരിച്ചുപോയി. വല്ലാത്ത സങ്കടമായി പോയി. ചേച്ചിയോട് പറഞ്ഞ അച്ഛൻ ഒറ്റയ്ക്കായിപ്പോൾ വല്ലാത്ത സങ്കടം, ഭയങ്കര കരച്ചിൽ. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അടുത്ത ആഴ്ച മുതൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പോയിരുന്നോളാൻ പറഞ്ഞു. ആ ചേച്ചി എന്നോട് പറഞ്ഞതിനറിയോ, അച്ഛാ എച്ചിൽ പറക്കുന്നതിനൊരു സുഖമുണ്ട് അച്ഛോ, ഈ എച്ചിൽ പാത്രം കഴുകുന്നതിനൊരു സുഖമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് തന്നെ അച്ഛൻ അവിടുന്ന് മാറ്റല്ല, എനിക്ക് ആ എച്ചിൽ പാത്രം കഴുകുന്നതിന് അഭിഷേകം മതി വെച്ചോ, അതുവഴിയായിട്ട് എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും വെച്ചോ. എച്ചിൽ പാത്രം കഴുകുന്നതിനൊരു പുണ്യമുണ്ട് മക്കളെ. വെളുപ്പിന് വന്നതാ, ഞാൻ ഇന്നൊരു 4:30 കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയെന്ന് തോന്നുന്നു അല്ലേ, 4:45. ആ ചേച്ചി കൈവപ്പിന് അവിടെ പോണ്ട് എച്ചിപ്പാത്രം കഴുകാൻ വന്നിരിക്കുക. വെളുപ്പാകാലത്ത് എച്ചിപ്പാത്രം, ദൈവങ്ങളെ എച്ചിൽ പാത്രം കഴുകുന്നവർക്ക് കിട്ടുന്ന കൃപയെന്നാന്നറിയാമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. കണ്ണറിഞ്ഞു പോ മക്കളെ, ഇങ്ങനത്തെ ഞാൻ മനുഷ്യന്റെ കഥയൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ നിൽക്കും. ഞാൻ പറഞ്ഞു, ചേച്ചി മോളിൽ പോയി കുർബാനയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. കാരണം ഇച്ചിരി സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്ന സമയമല്ലേ, കുറച്ച് പ്രാർത്ഥിച്ച ആശ്വാസം കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറയാ, എച്ചിപ്പാത്രം കഴിയാല കുറച്ച് എൻ്റെ മക്കൾക്കൊക്കെ അനുഗ്രഹം കിട്ടും, എൻ്റെ കുടുംബത്തിന് അനുഗ്രഹം കിട്ടും. ദൈവമക്കള്, ദൈവക്കണ്ണ്, ദൈവമനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ സമ്മാനം ദൈവക്കണ്ണാ മക്കള്. ദൈവക്കണ്ണിലൂടെ ജീവിതത്തെ കാണാനൊക്കെ നമുക്ക് പറ്റിയാല് മനുഷ്യന് ദുരന്തമെന്നൊക്കെ പറയുന്നത് നിന്റെ ജീവിതത്തിൽ അഭിഷേകമായി മാറും. ലോകം പറയും നിനക്കത് തകർച്ചയാണെന്ന്, പക്ഷെ അത് നിന്റെ ഉയർച്ചയാണെന്ന് ദൈവക്കണ്ണുകളിലൂടെ നിനക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപ്രതാപത്തോടും നിത്യനായവന്റെ തേജസ്സോടും കൂടെ നോക്കിയേ, ദൈവത്തിന്റെ തേജസ്സൊക്കെ ഉണ്ട് മക്കളെ, ദൈവത്തിന്റെ തേജസ്സൊക്കെ ഉണ്ട്. ഞാൻ അച്ഛനാകുന്ന സമയത്ത് നെന്മേനി മുണ്ടക്കത്തൊരു ഇതുണ്ട്, നെന്മേനി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു അഗതി മന്ദിരം ഉണ്ടായിരുന്നു. അവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, കയ്യും കാലും ഒക്കെ ചുരുണ്ടിരിക്കുന്ന ഒരു ചേച്ചി. അച്ഛന്മാർ പോലും പ്രാർത്ഥനയ്ക്ക് വന്ന് ഈ ചേച്ചിയുടെ അടുത്താണ്. കയ്യും കാലും ചുരുണ്ടിരിക്കുന്ന ഒരു ചേച്ചി, കയ്യും കാലും ഇല്ല, കാലൊക്കെ ഇങ്ങനെ വളഞ്ഞ് ചുരുട്ടിയിരിക്കും, കയ്യൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ചേച്ചി മരിച്ചുപോയി കാണും. അപ്പോൾ പട്ടം കിട്ടുന്നതിന് മുമ്പ് എൻ്റെ വികാരിച്ചൻ പറഞ്ഞു, ബ്രദർ പോയെന്ന് ചേച്ചിയുടെ അടുത്ത് പോയെന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. നമ്മളെ സഹനത്തിൽ ഇങ്ങനെ കാൽവരി കുരിശൊക്കെ കിടക്കുന്ന ചേച്ചിയെ ഞാൻ കണ്ടു. ചേച്ചി എനിക്ക് കുറച്ച് പ്രാർത്ഥനയൊക്കെ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പൗരോഹിത്യത്തിൻ്റെ സഹനത്തിൻ്റെ അനുഭവങ്ങളെപ്പോഴൊക്കെ ചേച്ചിയോട് പറഞ്ഞു തരിക. അച്ഛന്മാരും എല്ലാം കൂടെ ആരെ കയ്യും കാലും ചുരുണ്ടു പോയവളെ തേടി, കയ്യും കാലും ഉള്ളവളെ തേടിപ്പോന്നില്ല. മക്കളെ, ദൈവത്തിൻ്റെ ഒരു വിസ്മയം, ദൈവത്തിൻ്റെ ഒരു ദൈവക്കണ്ണുകളിലൂടെ ജീവിതത്തെ മുഴുവൻ കണ്ടു തുടങ്ങുമ്പോൾ മഹാപ്രതാപത്തോടെ നിത്യനായവന്റെ തേജസ്സോടുകൂടെ അത് നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മക്കളെ, ദൈവത്തിൽ നിന്നും നിങ്ങളുടെ മേൽ വന്ന ക്രോധം, ദൈവത്തിന് ദേഷ്യം വരും ഇടയ്ക്കൊക്കെ. ദേഷ്യമല്ലെന്ന് നമ്മൾ വരുത്തി വെച്ചതല്ലേ. വഴിയിൽ കിടന്ന ബാബിലോൺകാരെ മുഴുവൻ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് അവസാനം അവനെ സ്വന്തമാക്കി, അവൻ കത്തിച്ചും കൂടെ കളഞ്ഞു. ഇവൻ്റെ പ്രാർത്ഥനയാണ് ഇവൻ്റെ പ്രശ്നം, കത്തിച്ച് കളയും മക്കളെ. പിശാച് നമ്മുടെ പ്രാർത്ഥന കെടുത്തിക്കളയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, അതോടെ പ്രാർത്ഥന എന്തുവരും നീ തകർന്ന് തരിപ്പണമായിപ്പോയി. ഈ ബാബിലോൺകാരനെ മനസ്സിലായി, ഈ വിജാതിനെ മനസ്സിലായി, ഇവൻ അനുഗ്രഹിക്കപ്പെടാൻ കാരണം ഇവന്റെ ഈ പള്ളിയാന്ന്. ഈ പള്ളി കത്തിച്ചാ ഉണ്ടല്ലോ, അങ്ങ് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക്, വിഗ്രഹാരാധനയുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാം. അവൻ ഇത്രയും നാളും ദൈവത്തെ യഹോവയായ ദൈവത്തെ അപ്പാന്ന് വിളിച്ചെങ്കിൽ ഇനി അവൻ അടിമയായിട്ട് പോയി ജീവിക്കട്ടെ. പറയുക നിത്യനായ ദൈവത്തിന്റെ മഹത്വത്തോടെ നമ്മൾ തിരിച്ചു കാണാം. എസ്രാനഗമയ കഴിഞ്ഞ ആഴ്ചയിലെ വായനയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അതായിരുന്നു. ഇസ്രായേൽ മക്കൾ തിരിച്ചു വരും. ആരെന്നറിയോ? ഒരു വിജാതിയം കൊണ്ടുപോയെങ്കിൽ വേറൊരു വിജാതിയം പള്ളി പണിയാൻ വേണ്ടി കയറി വരിക, സൈറസ്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വായന നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അതുണ്ടായിരുന്നു. ഇട ദിവസങ്ങളിലെ മനോഹരമായി ഈ ദിവസങ്ങളിലെ വായനകൾ. അതാ എല്ലാ ദിവസവും പള്ളി പോകണമെന്ന് പറയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ പറയുന്നുണ്ട്. എവിടെയാ വന്നേ? ഹഗ്ഗായി പറയുന്നുണ്ട്, ഈ പള്ളിയെക്കാളും മഹത്വമേറിയ പള്ളി ഇനി പണിയാൻ പോവുക. ഇപ്പോൾ നിങ്ങളുടെ ഈ ദേവാലയ പൂർവ്വ മഹിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പള്ളി പണ്ടിരുന്ന് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്നാൽ അതിനേക്കാളും വലിയ മഹത്വത്തോടെ ഞാനിത് പണിയാൻ പോവാ. ഹല്ലേലൂയ. 2008 സ്കൂൾ കലോത്സവം, അന്ന് വലിയ സ്കൂൾ കലോത്സവം ഉണ്ട്, ഓൾ കേരള സ്കൂൾ കലോത്സവം നടന്നത് നമ്മുടെ ഗ്രൗണ്ടിലാണ്.
അവിടെ കിട്ടിയ കവുങ്ങിൻ്റെ തൂണാണ് ഇവിടെ കൊടുന്നിട്ടത്. സ്കൂളിൻ്റെ കലോത്സവം നടത്താൻ വേണ്ടി വന്ന ഓല അവിടെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നാണ് ഇവിടുത്തെ ആദ്യത്തെ ഷെഡ് പണിതത്. ആ ഷെഡിൻ്റെ അകത്തിരുന്നായിരുന്നു ഇവിടെ ഇരുന്ന ദൈവമക്കൾ ഇവിടെ ആരാധന. ഇപ്പോഴും ഓർക്കുക, 2008 സ്കൂൾ കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം ഉണ്ടല്ലോ, പാട്ടും ചാട്ടവും ആട്ടവും ഒക്കെ ആയിട്ടുള്ള, അത് നമ്മുടെ പോലീസ് ഗ്രൗണ്ടിലാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ പന്തൽ പൊളിച്ച് കിട്ടിയ ഓലയും തൂണും കവുങ്ങും ചുമന്നുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടാണ് ഇവിടെ ആദ്യത്തെ ഷെഡ് പണിയുന്നത്. അന്നും ഇതിലും മനോഹരമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ദൈവമക്കളെ, കർത്താവിൻ്റെ വചനമൊക്കെ നമുക്ക് ചുറ്റിനും ഒന്ന് ആഞ്ഞു നോക്കിയാൽ നമുക്കിതൊക്കെ കാണാൻ പറ്റുമെന്നേ. ഇതിനേക്കാളും മനോഹരമായിട്ടൊരു ദേവാലയം ഇവിടെ ഇനി ഉയരം ദൈവമക്കളെ. ഇതിനേക്കാളും മനോഹരമായിട്ട്, ഇതിനേക്കാളും 10,000 ലക്ഷങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇത് ഇനിയും വളർന്നുകൊണ്ടിരിക്കും മക്കളെ. ഒച്ചത്തിൽ വിളിക്കുക ഹല്ലേലൂയാന്ന്. നിങ്ങളുടെ കണ്ണ് കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറ കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. നിങ്ങളുടെ അടുത്ത തലമുറ കാണാൻ ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നിറങ്ങുന്ന ഒരിടമായിട്ട് ഇത് മാറുക. ഹല്ലേലൂയാ. ഈ ദേശത്തെ ദൈവം ഉപേക്ഷിക്കില്ലെന്ന്, ഈ ദേശത്തോട് ദൈവം കരുണ കാട്ടുമെന്ന്, ഈ ദേശവാസികളെ കർത്താവ് അഭിഷേകം ചെയ്യുമെന്ന്. ചിലരൊക്കെ കൈയൊക്കെ തളർന്നു കിടക്കുക. ഒന്ന് ഉയർത്തിരി ഹല്ലേലൂയെങ്കിലും വിളിക്കുക മക്കളെ. ദൈവം ചെയ്യും മക്കളെ. നമ്മുടെ നാടിനെ ദൈവം ഉപേക്ഷിക്കില്ല. ദൈവം നമ്മുടെ ദേശത്തെ ഉപേക്ഷിക്കില്ല മക്കളെ. ഹല്ലേലൂയ. തിരിച്ചു വരും മക്കളെ. We will return. ഹോം കമ്മിങ് ഉണ്ടെന്ന്, ഒരു തിരിച്ചുവരവുണ്ടെന്ന് ഈ ശിശുക്കളിൽ ഇപ്പൊ പങ്കുകൊടുത്തിരിക്കുന്ന മക്കൾ ഓരോരുത്തരും ഇത് കേട്ടുകൊള്ളുക. നിനക്കൊരു തിരിച്ചുവരവുണ്ട്, ഒരു രാജകീയ തിരിച്ചുവരവ്. ഹല്ലേലൂയ. A royal return, a royal homecoming. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്ന ക്രോധം ക്ഷമാപൂർവം സഹിക്കുവിൻ. ഹല്ലേലൂയ. 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 നിങ്ങളുടെ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതൊക്കെ ഒരുപാട് ശത്രുക്കൾ നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ തന്നെ സ്വാർത്ഥതയോ, നമ്മുടെ തന്നെ നമ്മളിലുള്ള പലതും നമുക്ക് ഇഷ്ടമില്ലല്ലോ. ചില പാപാവസ്ഥകൾ, ചില പാപബന്ധങ്ങൾ, ചില പാപ വരുമാനങ്ങൾ, ചില പാപ ലാഭങ്ങൾ, ചില പാപ സന്തോഷങ്ങൾ നമുക്കതിന് ഇഷ്ടമില്ല. പറയാം, അത് നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുക, നമ്മൾ അറിയുന്നില്ല. അല്ല, ഇഷ്ടംപോലെ പഞ്ചസാര കഴിക്കുവാനും മധുരം കഴിക്കുമായിരുന്നു. മധുര പലഹാരവും ബേക്കറി കഴിയുമ്പോൾ ഡയബറ്റിക് ആയിപ്പോയി. ഒരു പിശാച് കീഴ്പ്പെടുത്തിയ, മധുരത്തിൻ്റെ പിശാച് കീഴ്പ്പെടുത്തിയതാണ്. മധുരത്തിൻ്റെ പിശാച് കീഴ്പ്പെടുത്തിയതാണ്. അങ്ങനെ ഓരോന്നും അലസതയുടെ പിശാച് നമ്മുടെ ശരീരത്തേക്ക് അലസത അനങ്ങാതിരുന്നു. കടന്ന് കുറച്ച് ഉറങ്ങി, കുറച്ച് തിന്നു നോക്കി കിടന്നു. അവസാനം കൊളസ്ട്രോളുമായി, പ്രഷറുമായി, ഓരോരോ അസുഖങ്ങൾ. ദൈവങ്ങൾ നമ്മളൊരു അടിമയായി പോകല്ല. നമ്മൾ ആത്മാവിൻ്റെ മക്കളായി, ദൈവാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന, ദൈവവചനത്താൽ ഉണർത്തപ്പെട്ട മക്കളായിട്ട് നമ്മൾ വാങ്ങണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 7 മണി 8 മണി വരെ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യരുടെ ആകുമ്പോൾ എൻ്റെ പൊന്നുകൂട്ട ഒരു മിനിമം 5 മണിക്ക് എഴുന്നേറ്റ് ഉച്ചുമ്പോൾ എവിടെയും നടക്കാനായിട്ട് പോകും, പള്ളി വരണ്ട. ഹല്ലേലൂയ. 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 പറയാം, നിങ്ങളെ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ അവരുടെ നാശം നിങ്ങൾ ഉടൻ കാണാൻ പോവുക. നിങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടുന്നത് നിങ്ങൾ ഉടൻ കാണാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്യൊക്കെ വായിക്കാൻ എനിക്ക് പേടിയാ. അവരുടെ കഴുത്ത് നിങ്ങൾ ചവിട്ടി മെതിക്കും. ഹല്ലേലൂയ. 27-ാം വാക്യം, എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവേൻ. എങ്ങനെ ഇനി ഇത് കീഴ്പ്പെടുത്തുന്നത്? ശത്രുവിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗം പറഞ്ഞ് ധൈര്യമായിരിക്കുവിൻ. ഭയപ്പെടാതെ, ജീവിതത്തിൽ ഏതവസ്ഥയിലാണേലും ഭയപ്പെടാതിരിക്കുക. ഒന്നാമത്തെ കാര്യം. 2, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഭയപ്പെടല്ല, ഒന്നിനെ ഭയപ്പെടല്ലേ മക്കളെ. ഹല്ലേലൂയ. 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 അവരോടൊക്കെ സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ? അസുഖമായിട്ടൊക്കെ വന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ സുഖപ്പെടണമെന്ന് പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു, എനിക്ക് അസുഖമില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആ ഭയം വന്നിട്ടില്ലെന്ന്. എത്ര മക്കളുടെ സാക്ഷ്യമാണ് ഞാനിപ്പം പറഞ്ഞത്. പിന്നെ ഭയമില്ലെന്ന്. ഈ കൂടാരത്തിൽ ദൈവ പൈതല് നിന്റെ പ്രശ്നം എന്തുമായിക്കൊള്ളു, നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. എന്റെ മക്കളെ കണ്ടോ, പൊന്നു മക്കളെ എന്നൊക്കെ വിളിക്കണം ദൈവം. അപ്പം മക്കളെ വിളിക്കുന്നത് പോലെ
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. 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 എന്റെ മക്കളെ, നിങ്ങൾ ധൈര്യമായിരിക്കും. ഭയപ്പെടണ്ടാപ്പാ. നീ എന്നെ ഭയപ്പെടുന്ന ഞാനില്ലേ? തമ്പുരാൻ പറയാ ഞാനില്ലേ? ഹല്ലേലൂയ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഇത് നിങ്ങളുടെ മേൽ വരുത്തി അവിടുന്ന് നിങ്ങളെ സ്മരിക്കുക. നിങ്ങളെ വാക്കും പൈതല് ഈ നിമിഷം ഒന്ന് എഴുന്നേറ്റ് ഇരുകരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് അപ്പനെ നോക്കുക. ഒന്ന് നോക്കിക്ക്. ഇരുകരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച മക്കള് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ തകർച്ചകളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ പ്രത്യാഘാതങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ ദുരിതങ്ങളും ഈശോയേ, ഈശോയേ, ഈശോയേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ